ഒരിക്കലൊരാട്ടിടയൻ ആടുകളെ മേച്ചു കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഏതാനും ആടുകളെ കാണുവാനില്ലെന്ന് മനസ്സിലാക്കിയത്. തൻ്റെ ആടുകളെ മോഷ്ടിച്ച കള്ളനെ കണ്ടുപിടിച്ച് അവന് തക്കതായ ശിക്ഷ നൽകുമെന്ന് ആട്ടിടയൻ മനസ്സിൽ ഉറപ്പിച്ചു. ഏതോ ചെന്നായയായിരിക്കും അത് ചെയ്തതെന്നും അവൻ മലകൾക്കിടയിലുള്ള പാറക്കെട്ടിലെവിടെയോ ഒളിച്ചിരിപ്പുണ്ടാകുമെന്നും ആട്ടിടയൻ മനസ്സിൽ ഉറപ്പിച്ചു. ചെന്നായയെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപേ ആട്ടിടയൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, കള്ളനെ കണ്ടുപിടിക്കുവാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാനൊരു ചെറിയ ആട്ടിൻകുട്ടിയെ അങ്ങയ്ക്ക് ബലി നൽകാം. ഒരുപാട് സമയം പാറക്കെട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞെങ്കിലും ചെന്നായയെ ഒന്നും കണ്ടുപിടിക്കുവാൻ ആട്ടിടയന് സാധിച്ചില്ല. നിരാശയോടെ അവൻ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മലയുടെ അടുത്തുള്ള വലിയ ഗുഹയിൽ നിന്നും ഒരു കൂറ്റൻ സിംഹം ഒരാടിനെയും കടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടത്. സിംഹം തന്നെ കാണുകയാണെങ്കിൽ തൻ്റെയും കഥ കഴിയുമെന്ന് ആട്ടിടയൻ അറിയാമായിരുന്നു. അവൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കള്ളനെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണെങ്കിൽ ഞാനൊരു ചെറിയ ആടിനെ ബലി നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കള്ളൻ എന്നെ കാണാതിരിക്കുകയാണെങ്കിൽ ഞാനൊരു വലിയ മുട്ടനാടിനെ തന്നെ നിനക്ക് ബലിയായി നൽകാം. എത്ര വലിയ ആപത്തിനെയാണ് താൻ തിരഞ്ഞിറങ്ങിയതെന്ന് മനസ്സിലാക്കാതെ തിരച്ചിൽ തുടർന്ന താൻ എന്ത് വിഡ്ഢിയാണെന്ന് ആട്ടിടയൻ മനസ്സിലാക്കി.